ഏകദേശം ഒരു വർഷത്തിന് മുൻപ് തുടങ്ങിയ ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് പെരുമ്പാവൂർ മിഷൻ. അതിൽ നടത്തി വന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നിരവധി നല്ല നല്ല പ്രോഗ്രാമുകൾ ഇതിനോടകം നടത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിച്ചു. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി അങ്കമാലി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ യുവജനങ്ങൾ ഒരു ഗാന ശുശ്രൂഷ നടത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ എന്നോട് കൂടെയുള്ള എല്ലാവരും അങ്കമാലി ഷാരോൺ ചർച്ചിലെ അംഗങ്ങളാണ്. അവർ ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, നേഴ്സിംഗിന് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പല നിലകളിലുള്ളവരാണ്. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെലവഴിക്കുന്ന ഈ സമയം അവരോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി തീരട്ടെ. ക്രിസ്തീയ ആരാധനയിൽ സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഭൂമിയിൽ വെച്ച് നമുക്ക് പ്രസംഗിക്കുവാൻ കഴിയും, പ്രാർത്ഥിക്കുവാൻ കഴിയും, സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിയും. പക്ഷേ ഈ ലോകത്തിലെ ജീവിതം നമ്മൾ കഴിയുമ്പോൾ പാട്ട് നമ്മളോട് കൂടെ വരികയാണ്. സ്വർഗത്തിൽ പാട്ടുണ്ട്, സ്വർഗത്തിൽ പ്രാർത്ഥന ഇല്ല, പ്രസംഗമില്ല, മറ്റ് പ്രവർത്തനങ്ങളൊന്നുമില്ല. അതെല്ലാം ഇവിടെ കൊണ്ട് തീരുമ്പോൾ നിത്യതയിലും ഗാനമുണ്ട്, ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്തീയ ആരാധനയിൽ ഗാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് രാത്രി പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് നമുക്ക് ഗാനത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക എന്നുള്ള തിരുവചന പ്രകാരം രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് ഈ സമയം പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രി ദൈവ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കഴിഞ്ഞുപോയ എല്ലാ ദിവസങ്ങളിലും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലവനായിരുന്നു. വ്യക്തിപരമായി ഞങ്ങളെല്ലാവരെയും സഹായിച്ചു. വിശേഷിച്ച് ഈ മഹാമാരിയുടെ കാലത്ത് കർത്താവേ, വലിയ അനർത്ഥങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഓരോ ദിവസവും ഉണ്ടാകുമ്പോൾ അതിന് നടുവിൽ ഞങ്ങളെ മറയ്ക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ പാട്ടോടെ ദൈവത്തെ സ്തുതിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സൗരസ്വരന്മാരെ കുഞ്ഞുങ്ങളെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നന്നായിട്ട് ഗാനം ആലപിക്കുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങൾ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങളെല്ലാം തിരുനാമ മഹത്വത്തിന് വേണ്ടി നന്നായി അത് ഉപയോഗിക്കാൻ പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് സാങ്കേതികമായി ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും ദൈവ തിരുസന്നിധാനത്തിൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവ് യാതൊരു തടസ്സവും കൂടാതെ എല്ലാം വളരെ കൃത്യമായി പ്രവർത്തിക്കുവാൻ ദൈവത്തിയാക്കണമേ. ഇത് കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് അനുഗ്രഹവും നന്മയും വിടുതലുമായി ദൈവം കർത്താവ് സഹായിക്കണമേ. ഈ പ്രോഗ്രാമിനെ ദൈവ തിരുസന്നിധിയിലേക്ക് ഫലമേൽപ്പിക്കുന്നു. വലിയവനായ ദൈവം, സ്വർഗത്തിലെ ദൈവം, അത്യുന്നതനായ ദൈവം ഈ പ്രോഗ്രാമിലൂടെ മഹത്വപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കണം. സ്വർഗീയ പിതാവേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം. വീണ്ടും വരുന്നവനായ കർത്താവിൻ്റെ വലിയ നാമത്തെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട
വേറൊരു നാമവുമില്ല. വചനം ഇങ്ങനെ പറയുന്നു, സർവചരാചരങ്ങളും ദൈവത്തെ പാടി പുകഴ്ത്തുമ്പോൾ നമ്മെ നിർമ്മിച്ച ദൈവത്തെ എങ്ങനെ നമുക്ക് സ്തുതിക്കാതിരിക്കും? സ്തുതികളിന്മേൽ വസിക്കുന്ന ആ നല്ല നാഥനെ നമുക്ക് ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് പാടി പുകഴ്ത്താം. ആരാധ്യൻ യേശുവര, വണങ്ങുന്നു ഞാൻ പ്രിയനെ എന്ന ഗാനം.
സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. തേജസ്സേറും നിൻ മുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 1:1 ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. ആ വചനമാകുന്ന ദൈവത്തെ, ആ നാമത്തെ പാടിപ്പുകഴ്ത്തുവാൻ സർവ കൃപാലുവായ ദൈവം ഇതുവരെയും നമ്മെ ഓരോരുത്തരെയും ഇടയാക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം എന്ന് തുടങ്ങുന്ന ഒരു ഇംഗ്ലീഷ് ഗാനം നമുക്കായി ആലപിക്കുന്നത് റിയ റേച്ചൽ ബൈജു. You are the word of the beginning.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ക്രൈസ്തവരുടെ ഇടയിൽ ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാൻ അനേകം ഗാനങ്ങൾ രചിച്ചതും ചിട്ടപ്പെടുത്തിയുമായ ഒരു വ്യക്തിയാണ് വോൾബ്രിറ്റ് നാഗൽ. നമ്മളെല്ലാവരും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നാഗൽ സാഹിബ് എന്നാണ്. അദ്ദേഹം 1867 ജർമ്മനിയിൽ ജനിച്ച് വളർന്നു വൈദിക പട്ടം സ്വീകരിച്ചു. അദ്ദേഹം 1892 കണ്ണൂർ എന്ന നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു സ്ഥലത്ത് വന്നിറങ്ങുകയും അദ്ദേഹത്തിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന് ലൂതറൻ ചർച്ചിൻ്റെ ഒരു ആഭിമുഖ്യത്തിലാണ് ജർമ്മനിയിലെ അവരെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് സുവിശേഷ ഘോഷണത്തിൽ അദ്ദേഹം പതിപ്പിച്ച മുഖമുദ്രകൾ നമുക്ക് പ്രയോജനമായിട്ടുണ്ട്, പ്രചോദനമായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തിയ അനേക ഗാനങ്ങൾ നമ്മൾ ഇന്നും പാടി ആരാധിക്കുന്നുണ്ട്. സമയമായ വിധത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, യേശുവേ നിന്റെ രൂപം ഈ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, സ്നേഹത്തിനിടയനാണ് യേശുവേ, വഴിയും സത്യവും നീ മാത്രമേ, വിധിച്ചിടുക നാം സ്വർഗത്തിന്റെ വിത്താണ്. പല ഭാഷകളിലും 21 ഭാഷകളിലേറെ അദ്ദേഹത്തിന് സമയത്തിൽ എന്ന ഗാനം വിവർത്തനം ചെയ്യുവാൻ ദൈവം തന്റെ മകനെ എടുത്തതുപോലെ യേശു എൻ സ്വന്തം ഹല്ലേലൂയ എന്ന ഗാനവും അത്രയേറെ പ്രശസ്തി ആർജിച്ച ഒരു ഗാനമായതിനാൽ ഈ ഗാനം ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. യേശുവേ സ്വന്തം ഹല്ലേലൂയ. ജീവപ്രകാശം
എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻകുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻകുരിശും ദൈവകുഞ്ഞാടും തൻകുരിശും
Praise the Lord. Hallelujah. നാം സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അൽഫയും ഒമേഗയുമായ ദൈവം, അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ള ദൈവം. നമ്മളെവിടെ പോയി ഒളിച്ചാലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മളെ ഫോളോ ചെയ്തോ നമ്മൾ ഓർക്കണം.
കണ്ണിനെ കണ്ണീരുന്നു, നമ്മുടെ കാലിനെ വീഴ്ച നമ്മുടെ പാതകളെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നതിനായ ആ നല്ല കർത്താവിനെ, ആ നല്ല നാഥനെ നമുക്ക് പാടിപ്പോകാം. അഴകാന കണ്ണുകൾ എന്ന തമിഴ് ഗാനം വിസ്മയം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവം തൻ്റെ മക്കൾക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവരെ വിളിച്ചപേക്ഷിക്കുന്ന ഒരാളും ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആ കരുതുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ. യഹോവയുടെ ഇത് പ്രകാരം അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോയപ്പോൾ ദൂരത്ത് നിന്ന് യാഗദേശം നോക്കിക്കണ്ടു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് ചോദിക്കൊണ്ട്, പിതാവേ, അപ്പ യാഗത്തിനുള്ള ഒരു തെയ്യവും യാഗം കഴിക്കുന്നവരുടെയാണ്. അപ്പോൾ വേദനയോടെ ആ പിതാവ് അവരോട് പറയുന്നതോടെ ദൈവം കരുതിക്കൊള്ളുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയജനമേ,
ഹല്ലേലൂയ. നമ്മെ വിളിച്ചു വരുന്ന നാമത്തിൽ ഇന്നുവരെ നമ്മെ പരിപാലിപ്പാൻ, നമ്മളെ കരുതുവാൻ, നമ്മളെ കാക്കുവാൻ ആ സ്വർഗ്ഗത്തിലെ അപ്പച്ചനെ മാത്രമേ നമുക്ക് ഉണ്ടാകുള്ളൂ. ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ജീവിതം ചെയ്തതുപോലെ പല സന്ദർഭങ്ങളും പരീക്ഷകളും നേരിട്ടപ്പോൾ ദൈവത്തിന്റെ അത്യുന്ന ശക്തി നമ്മളെ പിടിച്ചു പിടിപ്പാൻ ഈ വിശ്വാസ ജീവിതത്തിൽ ഈ നശിച്ചു പോകുന്നവരുടെ ഹല്ലേലൂയ കൂടെയല്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ സർവ്വപിതാവായ ദൈവം നമ്മളെ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ യിരേ എന്ന ഗാനം
നമുക്ക് ദൈവമക്കളെ വിശ്വാസികൾ ആരാധനയിൽ വളരെ പ്രാധാന്യമുണ്ട്. ഒരു പ്രാധാന്യമുണ്ട്. ആദിമ പിതാക്കന്മാരും ആരാധിച്ചതുപോലെ ആ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ദാവീദിനോട് ചോദിച്ചാൽ അവൻ തപ്പിലൂടെ അവൻ ആരാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. 10 കമ്പനികളുള്ള കിന്നരം കൊണ്ട് അവൻ ആരാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. വചനങ്ങൾ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാകാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതികൾ എപ്പോഴും എന്റെ നാമത്തിലിരിക്കും. സ്തുതികൾ ചെയ്യുന്ന ആ നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഓർത്തേനെ സ്തുതി ആരാധന.
സ്തോത്രം. നമ്മൾ സേവിക്കുന്ന ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. വാക്ക് മാറാത്ത ഓർമ്മയുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം. വാക്തത്വം ചെയ്യുന്ന ദൈവം, വാക്ക് മാറാത്ത ദൈവം. നാം വിശ്വസിക്കുന്നത് ആ ദൈവത്തെയാണ്. ഹല്ലേലൂയ. കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സകലരും പലപ്പോഴും വാക്കുകൾ പറയും. ഹല്ലേലൂയ. പല വാക്കുകളും ഹല്ലേലൂയ നമ്മൾ പുകഴ്ത്തേണ്ടതിന്, നമ്മളെ കബളിപ്പിക്കേണ്ടതിന് പല വാക്കുകളും പ്രയോഗിക്കും. എന്നാൽ അതെല്ലാം മാറിപ്പോകുമ്പോഴും നാം വിശ്വസിക്കേണ്ടത് വാക്ക് പറഞ്ഞാൽ മാറാത്ത ആ ഏക കർത്താവിനെ. ഹല്ലേലൂയ. അവൻ്റെ വാക്ക് ഉവ് എന്ന് പറഞ്ഞാൽ ഉവ് തന്നെയാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. ബോഷ്ക്ക് പറയുവാൻ മനുഷ്യനല്ല. മനുഷ്യൻ്റെ വാക്ക് ഏത് സമയവും മാറും. എന്നാൽ ഉയരത്തിലുള്ള വാക്തത്വം ചെയ്ത ദൈവം, ഹല്ലേലൂയ, വാക്ക് മാറാത്ത ഉണ്മയുള്ള ദൈവത്തെ എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തുണയായി മാർവോട് ചേർക്കുന്ന യേശുപരൻ എന്ന ഗാനം, ഈ ഗാനം എഴുതിയത് അങ്കമാലി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന തമ്പി ഡാനിയലിനെയാണ്. അദ്ദേഹത്തെ ഇനിയും അനേക ഗാനങ്ങൾ, ദൈവത്തെ പാടി ആരാധിക്കുന്ന അനേക ഗാനങ്ങൾ ഇനിയും രചിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നു. എൻ്റെ കഷ്ടങ്ങളിൽ നല്ല തുണയാണ്. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണയാ മാറോട് ചേർക്കുന്ന യേശുപരൻ. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണയാ മാറോട് ചേർക്കുന്ന യേശുപരൻ. ക്ലേശങ്ങളാൽ ഞാൻ വലഞ്ഞിടുമ്പോൾ കരതലത്തിൽ എന്നെ വഹിച്ചിരുന്നു. ക്ലേശങ്ങളാൽ ഞാൻ വലഞ്ഞിടുമ്പോൾ കരതലത്തിൽ എന്നെ വഹിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ പാടിടുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ പാടിടുമേ. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണയാ മാറോട് ചേർക്കുന്ന യേശുപരൻ. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണയാ മാറോട് ചേർക്കുന്ന യേശുപരൻ. ഉറ്റവരേവരും കൈവിട്ടാലും കൂടെയിരിക്കുന്നു നീ മാത്രമേ. ഉറ്റവരേവരും കൈവിട്ടാലും കൂടെയിരിക്കുന്നു നീ മാത്രമേ. ചെങ്കടലും യോർദാനദിയും പിളർന്നു നാം മറുകര ചേർന്നിടും. ചെങ്കടലും യോർദാനദിയും പിളർന്നു നാം മറുകര ചേർന്നിടും. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണയാ മാറോട് ചേർക്കുന്ന യേശുപരൻ. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണയാ മാറോട് ചേർക്കുന്ന യേശുപരൻ. വാഗ്ദത്തം ചെയ്തവൻ മാറുകില്ല, വാക്കു പാലിപ്പവൻ നീ മാത്രമേ. വാഗ്ദത്തം ചെയ്തവൻ മാറുകില്ല, വാക്കു പാലിപ്പവൻ നീ മാത്രമേ. പേർ ചൊല്ലി എന്നെ വിളിച്ചവനെ, പേരുകൾ തകർത്തെന്നെ വിടുവിച്ചോനെ. പേർ ചൊല്ലി എന്നെ വിളിച്ചവനെ, പേരുകൾ തകർത്തെന്നെ വിടുവിച്ചോനെ.
ഹല്ലേലൂയ. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ഇങ്ങനെ പറയുന്നു: നാളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. ഹല്ലേലൂയ. വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും യാചനയാലും അവൻ്റെ അടുക്കൽ ചെന്ന് അപേക്ഷിക്കത്ര വേണ്ടത്. ഹല്ലേലൂയ. മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വിചാരപ്പെടുന്നത്. ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ എന്താകുമെന്ന് പതറി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മെ സേവിക്കുന്ന ദൈവം, പരിശുദ്ധനായ ദൈവം നമ്മുടെ അടുക്കൽ വന്നിട്ട് പറയും: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനം ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സഹകരിക്കുന്ന ആ കരങ്ങളിലേക്ക് ഹല്ലേലൂയ അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഈ പാട്ട് പാടാം. നാളെ നാളെ എന്നതോർത്ത് ആദ്യ ഏത് യാത്രയിൽ അനങ്ങാം. ഒന്നു ഞാൻ അറിഞ്ഞിടുന്നു
പുതിയ നിയമത്തിൽ യേശുവിനെ കാണാനായിട്ട് സക്കായി എന്ന ഒരു ചുങ്കക്കാരൻ ധനികനുമായ ഒരു വ്യക്തി യേശുവിനെ കാണാൻ ഹല്ലേലൂയ സാധാരണക്കാരനേക്കാളും പൊക്കം കുറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഒരു വ്യക്തിയാണ് സക്കായി എന്ന് പറയുന്നതാണ്. ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവൻ അടുത്തുള്ള ഒരു കാട്ടത്തിനടുത്തേക്ക് കയറി. എന്നാൽ യേശു വരുന്നത് കണ്ട് യേശു അവനെ ആദ്യം കണ്ടു. സക്കായിയെ വേഗം ഇറങ്ങി വാ, എനിക്ക് നിന്റെ അടുക്കൽ എൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നതാണ്. ഹല്ലേലൂയ. യേശു അവൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ അവന് പാപബോധം ഉണ്ടായി. അവൻ സ്വരൂപിച്ച കാശ്, അവൻ കൂടുതലായിട്ട് മേടിച്ച കാശ് പല മടങ്ങായി അവൻ തിരിച്ചു കൊടുക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതവും ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. ജീവന്റെ അപ്പമായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ച്, ഹല്ലേലൂയ, ന്യായത്തെക്കുറിച്ച് ഓർമ്മ വരും. എൻ്റെ പുറയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവനാണ് എന്ന് കാണുക. എൻ്റെ കൂടെ ഒന്നിരിപ്പാനും ഞാൻ പോരാത്തവനെ എന്ന് തുടങ്ങുന്ന കാണാൻ ചേർന്ന് പറഞ്ഞു. Pure
വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കു മതി എനിക്കത് മതിയേ. 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 എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാടുന്നില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാടുന്നില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ. 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 എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും. നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും. നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ. 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 എന്റെ പുരയ്ക്കകത്തു
ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവജനങ്ങളും എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളുടെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഏകദേശം 1.5 മണിക്കൂർ എടുത്ത് പാടിപ്പോരുവാൻ ദൈവത്തെ പാടിപ്പോരുവാൻ സർവ്വ ദൈവനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കൺക്ലൂഷനായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പാൻ പാസ്റ്റർ തമ്പി ഡാനിയലിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമയം വരെ ഞങ്ങളെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ സഭയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇവിടെ നിരവധി ആളുകൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ പല രാജ്യങ്ങളിൽ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ പങ്കെടുത്തു. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഷോയി NO, ലിസി മാത്യു, സാജു മത്തായി, നെൽസൺ ഭരവ, സാൻഡി ജോയി, ഷാജി മാത്യു, യേശുദാസൻ തോമസ്, MD വിൽസൺ, ജയന്തി മോഹൻ, റെനി, ഷെയ്ൻ ഷാജി, ജോയ് പി, ഏനിയാസ് തോമസ്, സജി ജോൺ, നീന ബിജോയ്, മോശ കെ ഈശോ, പാസ്റ്റർ ബിജു അബ്രഹാം, പാസ്റ്റർ PV മാത്യു, ശോഭ, രാജു, ടോണി തോമസ്, അനീറ്റ ജോൺ, റോണി വർഗീസ്, സുനിത കുര്യച്ചൻ, സൂസി വർഗീസ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇതുകൂടാതെ സൂമിൽ നിരവധി ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സഭയിലെ സഹോദരന്മാരാണ് ഈ ഗാനങ്ങളോടെ ആലോചിച്ചത്. കുഞ്ഞ് സഹോദരന്മാർ, യൂത്ത്, അവർ വലിയ പ്രാക്ടീസൊന്നും കൂടാതാണ് ഈ ശുശ്രൂഷ ഇവിടെ ചെയ്തത്. എങ്കിലും ഇത് ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീർന്നു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുത്തത് മെൽബിൻ ഡാനിയൽ. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ്. മെൽബിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കീബോർഡ് വായിച്ചത് എൽജോയ്, ആശിഷ്, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ അനുഗ്രഹ, മെർലിൻ, റിയ, സുമി, വിസ്മയ, എസ്തർ, ഈ പ്രിയപ്പെട്ടവര് ഗാനങ്ങൾ ആലപിച്ചു. അവർക്ക് ദൈവം കൂടുതലായി കൃപകളെ പകരട്ടെ എന്ന് ഞാൻ ദൈവസിദ്ധാന്തത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും, സഹായിക്കും. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ സംഗീതം എന്ന് പറയുന്ന ആ ശുശ്രൂഷ ഈ ഭൂമിയിൽ കൊണ്ട് അവസാനിക്കുകയല്ല. സ്വർഗത്തിൽ നിത്യതയിൽ ഗാനമുണ്ട്. കുഞ്ഞാട് അറുക്കപ്പെട്ടു, സകല ഗോത്രങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആർത്ത് ആരാധിക്കുന്നു. അതുപോലെ തന്നെ സിയോ മലയിൽ ഗാനം ആലപിക്കുന്ന അനുഭവത്തെക്കുറിച്ചെല്ലാം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. അപ്പം ഈ ഭൂമിയിലും നിത്യതയിലും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഈ ഗാന ശുശ്രൂഷ അല്ലെങ്കിൽ ഗാനം, ഇന്ന് രാത്രി അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ, ഗാനത്തോടുകൂടി ആയിരിക്കാൻ ലഭിച്ചത് വളരെ സന്തോഷമാണ്. ലോകം മുഴുവനും, പ്രപഞ്ചം മുഴുവനും താളാത്മകമാണ്. താളാത്മകമായ നിലയിലാണ് ദൈവതമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ താളലയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരു മഴ പെയ്യുന്നത് നമ്മൾ നോക്കിയാൽ പക്ഷെ നമുക്ക് ഫീൽ ചെയ്തില്ലെന്ന് വന്നേക്കാം. പക്ഷെ ഒരു നിരവധി കവിതകളുണ്ട് ഈ മഴയെക്കുറിച്ച്. എങ്ങനെയാണ് മഴ, അത് പെയ്യുമ്പോൾ, അത് പെയ്തിറങ്ങുമ്പോൾ അതിനകത്തുള്ള താളാത്മകമായ അനുഭവം അവരുടെ ഹൃദയത്തിലേക്ക് വന്നിട്ട് അത് കവിതയായി തീരുകയാണ്. നിറഞ്ഞ് പതഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു പുഴയാണെങ്കിലും, അതുപോലെ തന്നെ
നമ്മുടെ പ്രകൃതിയിലേക്കുള്ള വിവിധ പ്രതിഭാസങ്ങളെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം താളാത്മകമായി മനുഷ്യനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോലും താളാത്മകമായ നിലയിലാണ്. അപ്പൊ സംഗീതം, താളം എന്ന് പറയുന്നത് ആത്മീയമായിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അത് വളരെ ഭംഗിയായി ചെയ്യണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് എന്തെങ്കിലും വിളിച്ചു പറയുക, പാടുക എന്നുള്ളതല്ല. അത് സംഗീതത്തിന് അതിൻ്റെതായ സ്ഥാനമുള്ളപ്പോൾ അത് വളരെ പ്രാർത്ഥനയോടുകൂടെ, അടുക്കും ചിട്ടയോടുകൂടെ ചെയ്യണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സംഗീതത്തിന് വളരെ പ്രാധാന്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു വിവാഹ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പാട്ടുണ്ട്, നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അത് പാട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കൺവെൻഷനോ മറ്റോ കാര്യങ്ങളോ നടത്താൻ കഴിയുന്നില്ലെങ്കിലും കൺവെൻഷനുകൾ ആരംഭിച്ചാൽ അവിടെ ഗാന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഈ സംഗീതം നമ്മുടെ എല്ലാ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. പാട്ട് പാടാത്ത ആളുകളില്ല, ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആളുകൾ, ഒരുപക്ഷെ പ്രസിദ്ധരായ ഗായകരെ പോലെ നമുക്ക് പാടാൻ കഴിയുമെന്ന് വന്നേക്കാം. അങ്ങനെ പാടാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് പാട്ട് പാടണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്കൊരു പാട്ടുണ്ട്, ആ പാട്ട് നിങ്ങൾ പാടണം. അത് നിങ്ങളുടെ സൗണ്ട് അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി സമർപ്പിക്കണം. ദൈവം എല്ലാവരെയും ധാരാളമായി ഇത് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഗാനങ്ങളുമായി പ്രിയ സഹോദരന്മാര് വരുന്നതായിരിക്കും. എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. പാസ്റ്റർ സാംചി മുത്തല എഴുതിയ അതിമനോഹരമായ ഒരു ഗാനം, അദ്ദേഹം ആ ഗാനം എഴുതാനുള്ള പശ്ചാത്തലം എന്ന് പറയുമ്പോൾ പെന്തിക്കോസുകാരുടെ ആരാധനയെ ചോദ്യം ചെയ്യുന്ന, കൈകൊട്ടി പാടുന്ന, അന്യഭാഷ പറയുന്ന, നമുക്കറിയാം നമ്മൾ കൈകൊട്ടി പാടുന്ന സമയത്ത് അന്യഭാഷയൊക്കെ പറയും, അല്പ ശബ്ദമൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതെന്തിനാണ്? ഇതിനെ വിവിധ നിലകളിൽ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ കർത്തൃദാസൻ തന്റെ റൂമിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം കൊടുത്ത ആലോചനകളാണ് അദ്ദേഹം എഴുതി വെച്ചത്. പാടാൻ കാരണമുണ്ട്, ആരാധിപ്പാൻ കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ കാരണമുണ്ട്. ആ കാരണമാണ് ആ പാട്ടിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ ചില ലൈനുകൾ നമുക്ക് ഒന്ന് പാടി എല്ലാവരും കൂടെ ചേർന്ന് പാടി അവസാനിപ്പിക്കും. ആരാധിപ്പാൻ കാരണമുണ്ട്. ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാരണം യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് ആരാധിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഗാനത്തോടെ ദൈവത്തെ ആരാധിക്കും. ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചാണ്. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് ചിന്തിച്ചു. എന്നാൽ നിലവുകളെ മാറ്റി എഴുതിയ ഒരു ദൈവം, അത് സാക്ഷ്യയുടെ മാത്രം അനുഭവമല്ല, എന്റെ നിങ്ങളുടെ അനുഭവമാണ്. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം.
ഒരു കുടയോരും തള്ളിക്കളഞ്ഞു, ഒരു കുടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞ് രസിച്ചപ്പോഴും കുറ്റം മാത്രം പറഞ്ഞ് രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. ആരാധിക്കുന്നു, നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു താങ്ക് യു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ശക്തിയോടെ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ യേശു ഞങ്ങളെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. ഈ ആരാധനയിൽ രോഗികൾ സൗഖ്യമാകുവാൻ, പ്രസംഗിക്കുന്നവർ പരിഹരിക്കപ്പെടുവാൻ, ദൈവശക്തിയോടെ ഇറങ്ങുവാൻ, ദൈവാരാധനയ്ക്ക് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ ജീവിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല രാത്രിയായി ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പാദപീഠത്തിൽ ഇന്ന് രാത്രി കർത്താവെ ഗാനങ്ങൾ ആലപിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു. അവർക്ക് പശ്ചാത്തലമായി ഈ കീബോർഡും മറ്റും വായിച്ച് അവരോട് കൂടെ സഹകരിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഉപയോഗിച്ച സംവിധാനങ്ങളെല്ലാം വലിയവനായ ദൈവം അനുഗ്രഹിച്ച് അതെല്ലാം സന്തോഷപ്രദമാക്കിയതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു. ദൈവം വിവിധ രാജ്യങ്ങളിൽ വിവിധങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്തവർ, ഇനി ഈ ഫേസ്ബുക്കിലൂടെ ഇത് കാണുവാനും കേൾക്കുവാനുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ മക്കളുടെ മേൽ പകർന്ന് അങ്ങയുടെ വിലപ്പെട്ട നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാ ബഹുമാനവും പരിശുദ്ധ പിതാവേ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷത്തോളം മനോഹരമായി ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് നിന്റെ നാമത്തിന് വേണ്ടി പാടുവാൻ എല്ലാ മക്കളെയും കർത്താവ് സഹായിക്കണം. യേശു കർത്താവിന്റെ വിലപ്പെട്ട നാമത്തിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കണം. സ്വർഗീയ പിതാവേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും വിശേഷിയ ഗാനങ്ങൾ ആലപിച്ചവരോടും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് മുതൽ യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് മൂലം ജയം തന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.